യാജ്ഞവൽക്യൻ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ നിർവചിച്ചു: ഒരു വ്യക്തിയെ സൽസ്വഭാവിയും ലോകത്തിന് ഉപകാരിയുമാക്കി തീർക്കുകയാണ് വിദ്യാഭ്യാസം കൊണ്ട് ചെയ്യേണ്ടത്. ഒരു വ്യക്തിയിൽ കഴിയുന്നത്ര പൂർണ്ണത വളർത്തുകയാണ് വിദ്യാഭ്യാസം കൊണ്ട് ചെയ്യേണ്ടത് എന്ന് ജോൺ ഡൂയിയും പറഞ്ഞു. ആൽപോർട്ട് എന്ന ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു: വിദ്യാഭ്യാസം വിശിഷ്ടമായ പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നിർണയിക്കുന്നു. ശാരീരികവും മാനസികവുമായ തന്ത്രങ്ങളായതിനാൽ വ്യക്തിത്വ രൂപീകരണം വിദ്യാഭ്യാസത്തിൻ്റെ പരമോന്നത ലക്ഷ്യമായി തീരുന്നു. 3 നിർവചനങ്ങളിലും വ്യക്തിത്വ വികസനം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമായി അംഗീകരിക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെ ചിന്തകൾ, വികാരങ്ങൾ, മനോഭാവങ്ങൾ, താൽപ്പര്യങ്ങൾ, പ്രതികരണങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. വ്യക്തിത്വത്തെ നിർണയിക്കുന്ന പ്രധാന ഘടകം ശീലമാണ്. പാരമ്പര്യമായും വായനയിലൂടെയും അച്ഛനമ്മമാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ശീലങ്ങൾ ലഭിക്കുന്നു. നല്ല ശീലങ്ങൾ ആപേക്ഷികമായവയും അല്ലാത്തവയും ഉണ്ട്. ചിലവ സ്ഥിരമാണ്. സത്യം പറയണമെന്നത് സ്വച്ഛശീലം തന്നെയാണ്. ഇങ്ങനെയുള്ള നല്ല ശീലങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് വ്യക്തിത്വ വികസനത്തിൻ്റെ അടിത്തറ. ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എങ്ങനെയാണ് നാം അറിയുക? ആ വ്യക്തിയുടെ പ്രതികരണങ്ങളാണ് അതിനടിസ്ഥാനം. എന്താണ് പ്രതികരണങ്ങൾ? ആ വ്യക്തിയുടെ വാക്കുകൾ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ആ വ്യക്തിയുടെ പെരുമാറ്റം, സംഘബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ, മുൻവിധിയോടെയും അല്ലാതെയും എടുക്കുന്ന തീരുമാനങ്ങൾ, ചില താൽപ്പര്യങ്ങൾ, തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന അവസ്ഥ, ചില തീരുമാനങ്ങൾ കാലത്തിൻ്റെ ഗതിയിൽ തെറ്റെന്ന് ബോധ്യമായാൽ അവ തിരുത്തുവാനുള്ള വിശാല മനസ്കത, ഇതെല്ലാം ഒരാളുടെ വ്യക്തിത്വത്തെ വിളിച്ചു പറയുന്നു. വ്യക്തിത്വം അപ്പോഴും വ്യക്തിഗതമാണ്. പൊതുവായ ഘടകങ്ങൾ പറയാമെങ്കിലും ആ വ്യക്തിയുടെ ഭാവങ്ങളാണ് പ്രധാനമാകുന്നത്. വേഷം, ചലനങ്ങൾ തുടങ്ങി എല്ലാം വ്യക്തിത്വത്തിൻ്റെ ഭാഗമായി കാണാം. ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് ലിഖിതമാവാത്ത താളാണ്. എന്ത് പതിപ്പിക്കുന്നുവോ അത് അതുപോലെ പതിയും. ബാല്യ കൗമാര കാലഘട്ടങ്ങളിലാണ് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാലയ ജീവിതം ആരംഭിക്കുന്നത്. ശാരീരികമായും മാനസികമായുമുള്ള നിരവധി അംശങ്ങൾ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥിയെ സ്വാധീനിക്കുന്നു. ഒരു കുട്ടിയുടെ വ്യക്തിത്വത്തെ സമഗ്രമായ നിലയിലെത്തിക്കണമെങ്കിൽ വിചാരിക്കുന്ന മാതാപിതാക്കൾ ഈ കാലഘട്ടങ്ങൾ ശ്രദ്ധയോടെ നോക്കിക്കാണേണ്ടതാണ്. ഇവിടെ കുട്ടികൾ ആരെയെങ്കിലും മാതൃകയാക്കാൻ ശ്രമിക്കും. അതിൽ പ്രധാനം മാതാപിതാക്കളാണ്. മാതാപിതാക്കൾ അച്ഛനെയാണ് അവർ പ്രതിരൂപമായി നിലനിർത്തുന്നത്. പിതാവിൻ്റെ വേഷം, വൃത്തി, ഉണർന്നെഴുന്നേൽക്കാനുള്ള കർമ്മങ്ങൾ, വീട്ടിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ എല്ലാം കുട്ടി ശ്രദ്ധിക്കും. അവൻ അത് പ്രതികരിക്കും. പിതാവ് സാഹചര്യങ്ങളുമായി എങ്ങനെ പ്രതികരിക്കുന്നു എന്നവൻ ശ്രദ്ധിക്കും. ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൻ്റെ പ്രഥമഘട്ടം അയാൾ സാഹചര്യങ്ങളുമായി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. സമൂഹത്തിലും വ്യക്തിഗത ബന്ധങ്ങളിലും വിദ്യാർത്ഥി എങ്ങനെ തൻ്റെ സ്ഥാനം നിലനിർത്തുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ആ വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്. ഒരാളുടെ തനിമയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് അരവിന്ദ ഘോഷ് പറയുന്നു. വ്യക്തിത്വം എന്നത് തനിമയാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. തനിമ എന്നതിന് വിശദീകരണമുണ്ട്. കൃത്യനിഷ്ഠ, സൗന്ദര്യബോധം, ദയാനുഭൂതി, സാമൂഹ്യ അവബോധം, അച്ചടക്കം, ആത്മാഭിമാനം, ഞാൻ എന്ന ഭാവമില്ലായ്മ, ഇങ്ങനെ 7 വസ്തുതകളുടെ സമഗ്രതയാണ് തനിമ. അന്യരുടെ വ്യക്തിത്വം അംഗീകരിക്കാനും അഹങ്കാരമില്ലാതെ പ്രശംസിക്കാനും കഴിയണം. അത് വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ്. നന്മയെ അംഗീകരിക്കുകയും തിന്മയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം കൊണ്ട് ഇല്ലാതാവേണ്ടുന്ന ചില വികാരങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഭയം, വിദ്വേഷം, അസഹിഷ്ണുത, അസത്യം പറയുക എന്നിവയാണ്. വ്യക്തിത്വത്തെ ഹനിക്കുന്നവയും സമൂഹത്തിൽ പുറന്തള്ളപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്ന ചില വികാരങ്ങളാണിവ. അറിവ്, ജ്ഞാനം ഇവയുടെ നേട്ടം ഒരു ചെറിയ ഘടകം മാത്രമാണ് വിദ്യാഭ്യാസത്തിൽ. ഓരോ വ്യക്തിയും വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അരവിന്ദ ഘോഷ് പറയുന്നത് ഇതാണ്:
അന്യനെക്കുറിച്ചുള്ള ബോധമല്ല, തന്നെക്കുറിച്ചുള്ള ബോധമാണ് ആദ്യം വേണ്ടത്. ഞാൻ ആര്, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഞാൻ ആരാകും എന്നിങ്ങനെയുള്ള അറിവിലൂടെയാണ് ഒരു വ്യക്തിക്ക് തൻ്റെ വ്യക്തിത്വം സൂക്ഷിക്കാൻ കഴിയുക. അധ്യാപകരുടെ ശ്രേഷ്ഠ വ്യക്തിത്വം വിദ്യാർത്ഥിക്ക് മാതൃകയാകും. നല്ല അംശങ്ങൾ ഓരോ വിദ്യാർത്ഥിയും പെരുമാറ്റത്തിൻ്റെ ഭാഗമാക്കണം. അതിയായ വിഷാദഭാവവും അമിതമായ ശുഭാപ്തി വിശ്വാസവും പാടില്ല. വിദ്യാഭ്യാസ കാലത്ത് NCC, ജൂനിയർ റെഡ് ക്രോസ്, സ്കൗട്ട് എന്നീ സംഘടനകൾ വ്യക്തിത്വ പരിശീലനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ക്ഷമയും സഹനവും വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കും. ക്ഷമ ഭീരുത്വമല്ല, കഴിവുകേടുമല്ല, അത് ശക്തിയാണ്. എടുത്തുചാട്ടം വ്യക്തിത്വത്തെ ഹനിക്കും. ഓരോ വിദ്യാർത്ഥിയും അറിയേണ്ട പൊരുളാണിത്.